സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപകൽ സമരം അവസാനിപ്പിച്ച ആശാപ്രവർത്തകർ. പ്രാദേശിക തലത്തിൽ കൂടുതൽ ശക്തമായ സമരം നടത്തുമെന്ന് ആശമാർ പറഞ്ഞു. എവിടെ സമരം നടത്തിയാലും ആശമാർക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറപ്പ് നൽകി. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമരപ്പന്തലിൽ എത്തിയിരുന്നു. രാഹുൽ വേദി വിട്ട ശേഷമാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. സുനിഷ അയ്യല്ലൂർ, റഹീസ് റഷീദ് എന്നിവരുണ്ട്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, വി ഡി സതീശൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. 21,000 രൂപ എന്നുള്ളത് UDF വാഗ്ദാനമാണ്. അത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം എന്നുള്ളതല്ലേ ആശമാർക്കുള്ള ഉറപ്പ്? സ്മൃതി, വി ഡി സതീശൻ പറഞ്ഞത് അടുത്ത UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുള്ള ഉത്തരവിറക്കും എന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ ഉറപ്പ് നൽകുകയാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. 266ാമത്തെ ദിവസമാണ് ആശമാരുടെ സമരം അവസാനിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ പലതരത്തിലുള്ള പരിപാടികളുണ്ടാകും. വൈകിട്ട് പന്തലഴിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഇവർ വെച്ചിട്ടുണ്ട്. ആ ചടങ്ങോടുകൂടിയായിരിക്കും പരിപാടി സമാപിക്കുക. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഈ പരിപാടിയിലേക്ക് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നു. അദ്ദേഹം വന്ന് അവിടെ ഇരുന്നു, പക്ഷേ പ്രസംഗിച്ചൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ ഉള്ളതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച സമയത്ത് എത്തിയതുമില്ല. PC വിശ്വനാഥ് ഇടയ്ക്ക് വേദിയിലേക്ക് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത് കാണുകയും കുറച്ച് സമയം ഇരുന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. രാഹുൽ ഇവിടുന്ന് മടങ്ങിയതിനു ശേഷം PC വിശ്വനാഥ് ഒന്ന് പ്രസംഗിക്കുകയും ഒപ്പം പ്രതിപക്ഷ നേതാവ് വന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തുകയും ചെയ്തു. രാഹുലിനോട് അതേക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് എന്ന മറുപടിയാണ് രാഹുൽ നൽകിയത്. ഒപ്പം രാഹുലിന്റെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു. അതിനൊന്നും കഴിഞ്ഞ കുറെ കാലമായി മറുപടി നൽകാത്തതുപോലെ ഇന്ന് രാഹുൽ മറുപടി നൽകിയതുമില്ല. സ്മൃതി. ശരി, സുനീഷിലേക്ക്. സുനീഷ, നീണ്ട കാലം നീണ്ടുനിന്ന ഒരു സമരം എന്ന രൂപത്തിലാണ് ആശമാരുടെ സമരം ശ്രദ്ധയാകർഷിച്ചത്. അവരുടെ ആവശ്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുക തന്നെയായിരുന്നു. അത്രയും ശക്തമായ സമരം ഇപ്പോൾ രാപകൽ സമരം എന്ന രൂപത്തിലുള്ളത് അവസാനിപ്പിക്കുന്നു. അതേസമയം ജില്ലാ കേന്ദ്രങ്ങളിൽ തുടരുമെന്നല്ലേ അവർ പറയുന്നത്? സ്മൃതി, അത് തന്നെയാണ് അവർ പറയുന്നത്. അതായത് രാപ്പകൽ സമരം കഴിഞ്ഞ 265 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരുന്ന രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പകരം സമരം ശക്തമായി തന്നെ തുടരും. അതിന്റെ ഊർജ്ജവുമായാണ് ഇവിടെ നിന്ന് സമരം ഒഴിവാക്കി പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ എസ്മിനി അടക്കമുള്ളവർ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. അതായത് പ്രാദേശിക തലത്തിൽ സമരം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നൊരു പശ്ചാത്തലത്തിൽ പ്രാദേശികമായി സമരം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഓരോ വീടുകളിലും കയറി LDFനെതിരെ പ്രചരണം ശക്തമാക്കുക എന്നുള്ളതാണ് അടുത്ത സമരായുധം ഏതായാലും ഈ ആശാവർക്കർമാർ പറയുന്നത്. അതിന്റെ ഭാഗമായി അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ പ്രാദേശിക തലത്തിൽ സമരം ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഫെബ്രുവരി 10 മുതലാണ് ഈ സമരം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മന്ത്രിയുമായടക്കം ചർച്ച നടത്തുന്നു. അതിൽ പരിഹാരമുണ്ടാകുന്നില്ല. രാപ്പകൽ സമരം നടത്തി മഹാസംഗമവും കുടുംബ സംഗമവും ഒപ്പം തന്നെ നിയമസഭയിലേക്ക് മാർച്ചും സെക്രട്ടേറിയറ്റ് ഉപരോധവും അടക്കം നമ്മൾ കാണുന്നു. വീണ്ടും മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നു. അതും പരിഹാരമാകാതെ പോകുന്നു. പിന്നാലെയാണ് ഇവർ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. നിരാഹാര സമരം പിന്നിട്ട് മുടിമുറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടി ആശാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നാലെ വീണ്ടും തൊഴിൽ മന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒരേ സമയം ഈ ഇത്തരത്തിൽ ചർച്ച നടത്തിക്കൊണ്ട് ഒരു സമിതിയെ നിയോഗിക്കാം, ഓണറേറിയം അടക്കമുള്ള വിഷയം സംസാരിക്കാൻ ഒരു സമിതിയെ തന്നെ രൂപീകരിക്കുമെന്ന് അറിയിക്കുന്നു. സമിതി രൂപീകരിക്കുന്നു. അപ്പോഴും ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രശ്നം തീരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാർ അവരുടെ രാപ്പകൽ സമരം തുടരുന്നു. ഒപ്പം തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ സന്ദേശ യാത്ര കൂടി നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പിന്നാലെ അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ, ഏറ്റവും അവസാനം ഒക്ടോബർ 22-ാം തീയതി ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ അതിന്റെ ഭാഗമായി ഓരോ ദിവസങ്ങളിലും ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും ഈ സമരം ചെയ്യുന്ന പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇവരുടെ ആവശ്യം 1000 രൂപ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, പകരം 7000 രൂപയിൽ നിന്നും 21,000 രൂപയാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ആ ആവശ്യത്തിൽ നിന്നും ഏതായാലും പിന്നോട്ടില്ല. പക്ഷേ സമരത്തിന്റെ ഭാഗമായി 1000 രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ അതേസമയം തന്നെ അത് 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ആശാവർക്കർമാർ പ്രധാനമായും പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാപ്പകൽ സമരം അവസാനിപ്പിക്കുമ്പോഴും ഈ പ്രാദേശിക തലത്തിൽ ജില്ലാ തലത്തിലുള്ള പ്രതിഷേധം സമര പരിപാടികൾ നടക്കും. അത് ഇനിയും തുടരുമെന്നുള്ളത് ആശാപ്രവർത്തകർ പറയുന്നത്. അത്തരത്തിലാണെങ്കിൽ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ഓരോ വീടുകളിലും കയറി പ്രചരണം നടത്തിക്കൊണ്ട് LDFനെതിരെ പ്രചരണം നടത്തിക്കൊണ്ട് സർക്കാരിന്റെ ഭരണത്തിലെ ചില കോട്ടങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അത് പ്രചരണായുധമാക്കി
ലഭ്യമാക്കി ഓരോ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത സമരഘട്ടം ആശാവർക്കർമാർ ആലോചിക്കുന്നത്. സ്മൃതി. ശരി, സുനിഷയിലും അർഹിസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്.